അന്ന് ജാനകി അന്വേഷിച്ച് വീട്ടിലേക്ക് വരികയാണ് ഇന്ദ്രജ. മേരിയമ്മ ചോദിക്കും ഇതാരാന്ന്. ജാനകി പറയും ഇവരുടെ ഓഫീസിലാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നതെന്ന്. ഇന്ദ്ര ചോദിക്കും ഇതാണോ അമ്മ, അമ്മയ്ക്ക് എന്താ അസുഖം എന്ന് ചോദിക്കും. മേരിയമ്മ പറയും ഞാനല്ല. എന്നിട്ട് രാധാമണിയെ കാണിച്ചു കൊടുക്കും. ഇന്ദ്രജ ജാനകിയോട് ചോദിക്കും നീ അനാഥയാണെന്ന് പറഞ്ഞിട്ട് ഇപ്പം നിനക്ക് അമ്മയൊക്കെ ഉണ്ടല്ലേ. ജാനകി പറയും ഞാൻ ആരോടും കള്ളം പറഞ്ഞിട്ടില്ല, അന്ന് എനിക്ക് അമ്മയില്ലായിരുന്നു, ഇപ്പോഴാണ് അമ്മയെ കിട്ടിയതെന്ന് പറയും. ഇന്ദ്ര ചോദിക്കും എന്നെ കണ്ടിട്ട് നിനക്കെന്തൊരു പേടിയില്ലാത്തതെന്ന്. ജാനകി പറയും തെറ്റിയാതെ ഞാൻ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ഇന്ദ്രജ ഇങ്ങനെ ജാനകിയെ തന്നെ നോക്കുമ്പോൾ ജാനകി വയ്ക്കും നിങ്ങളെന്താ ഒളിവിൽ പോയ പ്രതികിട്ടാപ്പുള്ളികളെ നോക്കും പോലെ എന്നെ നോക്കുന്നത്. ഇന്ദ്രജ പറയും നീ ശരിക്കും ഒളിവിൽ പോയതല്ലടി. ജാനകി വയ്ക്കും എടി പൊടി എന്നൊക്കെ എന്നെ വിളിക്കാൻ നിങ്ങളാരാ, ഞാൻ നിങ്ങളുടെ ശമ്പളക്കാരിയൊന്നുമല്ല. ഇന്ദ്രജ പറയും അങ്ങനെ പറഞ്ഞാൽ തീരുന്ന ബന്ധമാണോ നമ്മൾ തമ്മിൽ. ജാനകി വയ്ക്കും എനിക്ക് മനസ്സിലാകത്തോണ്ട് ചോദിക്കുക എന്താ നമ്മൾ തമ്മിലുള്ള ബന്ധം. ഇന്ദ്രജ വയ്ക്കും അത് ഞാൻ നിനക്ക് പറഞ്ഞു തരണോ. ജാനകി പറയും വേണ്ട, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്നിട്ട് പഴയ കഥകൾ മുഴുവൻ ജാനകി ഇങ്ങനെ പറയാണ്. അവിടെ ഓഫീസിൽ ജോലി ചെയ്ത കാര്യങ്ങളും അവിടെ വെച്ച് നകുലൻ കണ്ടുമുട്ടിയതും നകുലൻ ജാനകിയെ വല്ലാതെ ബുദ്ധിമുട്ടാക്കിയ കാര്യങ്ങളൊക്കെ. അതിനുശേഷം വിവാഹ നിശ്ചയം നിർബന്ധിച്ച് നടത്തിയതും പിന്നെ നകുലൻ ജാനകിയുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ആത്മാഭിമാനമുള്ള പെണ്ണ് തന്നെയാണ് ഞാൻ. എൻ്റെ ജീവിതം എങ്ങനെ വേണമെന്ന് ഞാൻ നിശ്ചയിക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ നിശ്ചയത്തിന് അയാളുടെ കൂടെ ജീവിക്കാൻ സമ്മതമല്ലെന്ന് ഞാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഓർഫനേജിൽ നിന്ന് വന്ന ബന്ധുക്കളുടെ കൂടെ ഞാൻ ഇറങ്ങിപ്പോകുമ്പോൾ നിങ്ങളുടേതായിട്ട് ഞാൻ ഒന്നും കൊണ്ടുപോയിട്ടില്ല. നിങ്ങൾ പറഞ്ഞില്ലേ ഞാൻ ഒളിച്ചോടിപ്പോയിന്ന്. ഒളിച്ചോടി പോകേണ്ട എന്ത് കാര്യം എനിക്കുണ്ടായിരുന്നത്. പെണ്ണിൻ്റെ മനസ്സറിയാത്ത ഒരാളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ലെന്ന് തീരുമാനമെടുക്കാൻ എനിക്ക് അവകാശമില്ലേ. എന്നെ മനസ്സിലാക്കി ഒന്നിച്ച് ജീവിക്കാൻ ഒരാൾ വന്നു. എൻ്റെ ഇഷ്ടങ്ങൾ കണ്ടറിഞ്ഞ് ആ മനുഷ്യനെ എന്നെ സ്നേഹിക്കുന്നു. ഞാൻ ആഗ്രഹിച്ച ആളെ എനിക്ക് കിട്ടി. ഇനി എന്തിനാ നിങ്ങളുടെ വരവ്. ഇന്ദ്രജ അറിയും നീ കാരണം അവൻ്റെ ജീവിതത്തിലുണ്ടായ നഷ്ടങ്ങൾക്ക് ആര് സമാധാനം പറയും. നിന്നെ അല്ലാതെ വേറൊരു പെണ്ണിനെ അവൻ ജീവിതത്തിൽ സ്നേഹിച്ചിട്ടില്ല. അതിനുശേഷം 2-3 വർഷം അവൻ മെൻ്റൽ ഹോസ്പിറ്റലായിരുന്നു. ജാനകി പറയും അവനുള്ള ചികിത്സ നിങ്ങൾ കുറച്ച് മുൻപേ തുടങ്ങേണ്ടതായിരുന്നു. ഇന്ദ്രജ പറയും അവൻ നിന്നെ വീണ്ടും കണ്ടു കഴിഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഓടി വന്നത്. ജാനകി പറയും അവൻ്റെ രോഗം തീർത്തു കൊടുക്കാനുള്ള കൈക്കരുത്ത് എൻ്റെ ഭർത്താവിനുണ്ട്. ഇന്ദ്രജ പറയും നീ പണ്ട് കണ്ട നകുലനല്ലേ ഇപ്പോൾ. ജാനകി പറയും ഞാനും പഴയ ജാനകി അല്ലേ അപ്പോൾ. എനിക്ക് ഭർത്താവുണ്ട്, ഒരു മകളുണ്ട്. ആരുമില്ലാത്ത കാലത്ത് അന്ന് ഞാൻ അത്ര പ്രതികരിച്ചെങ്കിൽ ഇപ്പം ഞാൻ എന്തൊക്കെ ചെയ്യുമെന്ന് നിങ്ങളൊന്ന് ഊഹിച്ചു നോക്കുമെന്ന് പറയും. നിങ്ങളിങ്ങോട്ട് കെട്ടിയൊരുങ്ങി വന്നത് ജാനകിയെ പേടിപ്പിക്കാനാണെങ്കിൽ അത് നടക്കുന്ന കാര്യമല്ല. നിങ്ങൾ പോയിട്ട് അനിയന് നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. ഈ നാണം കെട്ട കളി ഇവിടെ അവസാനിപ്പിച്ച് സ്ഥലം വിടാൻ നോക്ക്. ഇന്ദ്രജ പറയും നിശ്ചയത്തിൻ്റെ അന്ന് തന്നെ നിനക്കുള്ള താലിമാലയെ വാങ്ങിയ ആളാ നകുലൻ. ഞങ്ങളുടെ വീടിൻ്റെ പടി ചവിട്ടാനുള്ള യോഗ്യത പോലും നിനക്കില്ല. എന്നിട്ട് ഞങ്ങളത് സമ്മതിച്ച് അവനെ ഓർത്ത് മാത്രമാണ്. അവൻ്റെ കൈകളിൽ എത്താനാണ് നിൻ്റെ വിധി. അത് നീ ഓർത്തു വെച്ചോ. നകുലിന് ഈ കഥയൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ്. നിനക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്യുന്നില്ലെന്ന തോന്നൽ വേണ്ട നകുല. അബിയെ ആ കേസിൽ കുടുക്കിയത് തന്നെ ജാനകിയെ പുറത്തു കൊണ്ടുവരാനായിരുന്നു. പക്ഷേ അത് നടന്നില്ല. അപർണ ഉറക്കെ അച്ഛാ അച്ഛാന്ന് വിളിച്ചിട്ട് തമ്പിയുടെ അടുത്തേക്ക് പോവാണ്. കയ്യിലൊരു കടലാസും ഉണ്ട്. തമ്പി വയ്ക്കും എന്താ മോളേന്ന് വയ്ക്കും. അപർണ പറയും അമല എനിക്ക് അയച്ച ഡിവോഴ്സ് പെറ്റീഷനാണ്. ഇത് കേട്ട് തമ്പി ചെറുതായിട്ട് ടെൻഷനായിട്ട് ചോദിക്കും നീ എന്തായി പറയുന്നത്, ഡിവോഴ്സ് പെറ്റീഷനോ? അവന് ഡിവോഴ്സ് വേണമെന്ന് നിന്നോട് പറഞ്ഞോ? അപർണ പറയും അത് അവൻ മാത്രം വിചാരിച്ചാൽ നടക്കില്ലല്ലോ. വസുന്ധരാമ പറയും ഡിവോഴ്സ് പേപ്പറും കൈവച്ച് അഹങ്കരിക്കുന്നോടി. നിന്റെ ഭർത്താവിന് വേണ്ട പകയും പ്രതികാരവും തലയെ കൊണ്ട് നടന്ന് ജീവിതം തൊലച്ചലോടി. തമ്പിക്കും അഭിയും ജാനകി അറിഞ്ഞിട്ടാണോ ഈ നീക്കം? അപർണ പറയും അവനിത് സ്വന്തം ഇഷ്ടത്തിന് ചെയ്തതാ, അവരിത് അറിഞ്ഞിട്ടില്ലെന്ന് ഉറപ്പാ. വസുന്ധരാമ പറയും അവന് സഹിക്കുന്നതിന് ഒരു പരിധിയില്ലേ. ചെയ്യാത്ത തെറ്റിന് അവൻ്റെ ഏട്ടനെ ജയിലിൽ വരെ പറഞ്ഞയച്ചു. നിന്നെപ്പോലെ ഒരുത്തിയെ അവൻ എങ്ങനെ വീട്ടിൽ വെച്ച് പൊറപ്പിക്കും. ഇറങ്ങിപ്പോകാൻ ചിലപ്പോൾ ജാനകി പറയില്ല, പക്ഷെ ഇവളവിടെ നിൽക്കുമ്പോൾ അമല അവിടെ നിൽക്കില്ല. കുറച്ച് ദിവസം അവിടെ കടിച്ചു തൂങ്ങിന്ന് അച്ഛനും മോളും ഇങ്ങ് പോരും. നിങ്ങൾ ചെയ്തതിൻ്റെ പാപമൊക്കെ അനുഭവിക്കാൻ പോകുന്നത് മോള് തന്നെ. ജാനകിയെ കൊന്നുകളയാൻ വരെ നോക്കിയില്ല നിങ്ങൾ. ഇതൊക്കെ കേൾക്കുമ്പോൾ തമ്പിക്ക് ദേഷ്യം വരും. കയറി പോടിയകത്ത്, നീ ഒരു രോഗിയാണെന്ന കാര്യം പോലും ഞാൻ നോക്കൂല എന്നൊക്കെ പറയും. വസുന്ധരാമ പറയും ഇതൊക്കെ കണ്ടും കേട്ടും അനുഭവിക്കാതെ അങ്ങ് മരിച്ചാൽ മതി. അതും പറഞ്ഞ് വസുന്ധരാമ അങ്ങ് പോകും. അപർണയോട് പറയും മോള് സമാധാനപ്പെട്, അച്ഛനൊരു വഴി കാണാം. അപർണ ജാനകിയുടെ അടുത്ത് നിന്ന് ആ വക്കീൽ നോട്ടീസ് ജാനകിക്ക് നേരെ നീട്ടുകയാണ്. എന്നിട്ട് വായിച്ചു നോക്കുമെന്ന് പറയും. ജാനകി ചോദിക്കും നിനക്ക് വന്ന ലെറ്റർ ഞാനെന്തിനു വായിക്കണം? ആ സമയത്ത് അമലും അഭിയും കൂടി താഴോട്ട് വരികയാണ്. അമല് പറയും ഞാൻ തന്നെയാണ് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പെറ്റീഷൻ കുടുംബ കോടതിയിൽ ഫയൽ ചെയ്തത്. ജാനകി അഭിയൊക്കെ അമലിനോട് എന്താടാ ഇതെന്നൊക്കെ ചോദിക്കുമ്പോൾ അമല് പറയും ഇനി എൻ്റെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. അപർണ പറയും ഞാൻ നിനക്ക് ഡിവോഴ്സ് തന്നില്ലെങ്കിലോ? അപർണ അവിടെ ഇട്ടിട്ട് ആ കടലാസ് കീറിക്കളയാണ്. എന്നിട്ട് പറയും ഞാനിതിന് ഈ വിലയെ കൽപ്പിച്ചിട്ടുള്ളൂ. അമല് പറയും ഞാൻ ഈ കേസുമായിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നീയുമായിട്ടുള്ള ഡിവോഴ്സ് ഞാൻ നേടിയിരിക്കും. ഈ ജന്മം മുഴുവൻ കോടതി കയറി ഇറങ്ങേണ്ടി വന്നാലും ഈ അമല് തളർന്നു പോവില്ല. ഞാനിതൊരു പ്രതികാരമായിട്ടാണ് ഈ കാണുന്നത്. നീ കോടതി തോറും കയറി ഇറങ്ങണം. അങ്ങനെ ഇത് വർഷങ്ങൾ നീണ്ടു പോകണം. നീ എന്താ കരുതിയത് എൻ്റെ ശ്രമം പെട്ടെന്ന് ഡിവോഴ്സ് വാങ്ങാനാണെന്നാണോ? അങ്ങനെയല്ല. ഇപ്പോൾ നിന്റെ സാധനങ്ങളൊക്കെ വാരിക്കെട്ടി ഇറങ്ങിപ്പോടി. എന്നിട്ട് കേസ് വിളിക്കുന്നെന്ന് മുഖം മറച്ച് ഫാമിലി കോർട്ടിലേക്ക് വാ. നിറഞ്ഞ സന്തോഷത്തോടെ ഞാനവിടെ ഉണ്ടാവും. ഈ അമലേന്ന് വിളിക്കുമ്പോൾ അമല് പറയും വേണ്ട ബേട്ടാ, ഞാനെന്തെങ്കിലും കടുത്ത് പറഞ്ഞു പോയാ
അഭിയേട്ടൻ്റെ മനസ്സ് വേദനിക്കും. അതെനിക്ക് കാണാൻ പറ്റില്ല. അപർണ ജാനകിയെ കുറ്റപ്പെടുത്തി അറിയും, നിങ്ങളാണ് എന്നെ ഈ കല്യാണത്തിൽ കുടിക്കിയത്, ഇതിലൊരു ഉത്തരവാദിത്വം നിങ്ങൾക്കില്ലേ എന്ന് ചോദിക്കും. ജാനകി അറിയും, നീ എന്തിനാ ഞങ്ങളെ തലയിൽ കയറുന്നത്? ഇവനൊരു ഭർത്താവായിട്ട് കാണാൻ കഴിയാത്തത് നിന്റെ മാത്രം കുറ്റമാണ്.